ആൽക്കഹോളിക് സ്മെല്ല് കുറയുമ്പം ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് മെഡിസിനൽ എഫക്റ്റ് കുറഞ്ഞു പോയി എന്നുള്ളത്. ഹോമിയോപ്പതിക് മെഡിസിൻസിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ഗ്ലോബ്യൂൾസിലോ ടാബ്ലറ്റ്സിലോ ഒക്കെ ആണെങ്കിൽ അതിന്റെ കളർ വൈറ്റിൽ നിന്ന് വേറൊരു കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിജക്ട് ചെയ്യണം. ലിക്വിഡ് ഫോംസോ ടിഞ്ചേഴ്സോ ഒക്കെയാണ് ഹോമിയോപ്പതിക് മെഡിസിൻ ആയിട്ട് കൊടുത്തതെങ്കിൽ ബോട്ടിലിന്റെ താഴെയായിട്ട് സെഡിമെന്റ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റിജക്ട് ചെയ്യണം. ഹോമിയോപ്പതിക് മെഡിസിൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്ട്രാക്ഷൻസ് റോ മെറ്റീരിയൽസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഈഥൈൽ ആൽക്കഹോൾ ആഡ് ചെയ്യാറുണ്ട്. കൂടുതലായിട്ടും ഈഥൈൽ ആൽക്കഹോളാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഹോമിയോപ്പതിക് മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോമിയോപ്പതിക് മെഡിസിൻസിനകത്ത് ഈ ഒരു എത്തനോളിക് അല്ലെങ്കിൽ ഈ ആൽക്കഹോളിക് സ്മെല്ല് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് മെഡിസിൻസ് കൊടുക്കുന്ന സമയത്ത് അത് ഒരു 10-15 ദിവസം ഒരു മാസമൊക്കെ എടുക്കുന്ന സമയത്ത് ആൽക്കഹോളിക് സ്മെല്ല് കുറയുമ്പം ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് മെഡിസിനൽ എഫക്റ്റ് കുറഞ്ഞു പോയി എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ ചേഞ്ച് വന്നിട്ടില്ലെങ്കിലോ സെഡിമെന്റ് ആയിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ ആൽക്കഹോളിക് സ്മെല്ല് കുറഞ്ഞു പോയി എന്നത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഹോമിയോപ്പതിക് മെഡിസിൻസ് സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡ്രൈ ആയിട്ടുള്ള ഒരു കൂളായിട്ടുള്ള പ്ലേസിൽ സൂക്ഷിക്കുക. അതിൻ്റെ അടുത്ത് പെർഫ്യൂംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാണ്ടിരിക്കുക. അത് നല്ല കവർ ചെയ്ത് സൂക്ഷിക്കുക. ഇങ്ങനെയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3 to 5 years ഒക്കെ എക്സ്പയറി ഡേറ്റ് ആയിട്ട് കിട്ടുമെന്നാണ് റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത്.